ക്യാൻസർ ഇന്ന് വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. പല കാരണങ്ങൾ കൊണ്ട് ക്യാൻസർ വരാം. ഉദാഹരണത്തിന് പുകവലി, മുറുക്ക്, മദ്യപാനം, അമിതമായ വണ്ണം, അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണം, വൈറൽ ഇൻഫെക്ഷൻസ്, ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ജനിതകമായ കാരണങ്ങൾ, ഇവയെല്ലാം ക്യാൻസറിന് കാരണങ്ങളാണ്. ഇന്ന് ക്യാൻസറിൻ്റെ നിർണയവും ചികിത്സയും വളരെയേറെ പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ടൊക്കെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ക്യാൻസർ വന്നാൽ ഒരു രോഗി മരിച്ചു പോകും എന്നൊരു കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻസറിനെ പറ്റി ബോധവാന്മാരായിരിക്കണം. എന്നാൽ അതിനെ ഭയപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ച് പ്രായമായവർക്ക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ അടുത്തുള്ള ഒരു സർജനെയോ ഒരു ഫിസിഷ്യനെയോ കണ്ട് പ്രാഥമികമായ പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വായിലെ അർബുദത്തിന് വായിൽ വരാവുന്ന വ്രണങ്ങൾ, നാക്കിലെ വ്രണങ്ങൾ, ഉണങ്ങാതിരിക്കുന്നതായ വ്രണങ്ങൾ, കഴുത്തിലെ മുഴകൾ, വേദനയില്ലാത്ത തരത്തിലുള്ള മുഴകൾ, സ്തനാർബുദമാണെങ്കിൽ സ്തനത്തിലെ മുഴകൾ, വേദനയില്ലാത്ത മുഴകൾ, ആമാശയത്തിലെ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ രക്തം ഛർദ്ദിക്കുക, ശരീരം അമിതമായി ക്ഷീണിച്ചു പോവുക, അമിതമായ വണ്ണം കുറയുക, കുടലിലെ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ മലത്തിൽ രക്തമയം കാണുക, വയറ്റിൽ നിന്ന് പോകാനുള്ള തടസ്സം, ഇവയൊക്കെയാണ് പൊതുവേ നമ്മൾ പറയുന്ന ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. ഉണങ്ങാതിരിക്കുന്ന വ്രണങ്ങൾ ഏതെങ്കിലും ശരീരഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ എപ്പോഴും ക്യാൻസർ കൊണ്ട് തന്നെ ആകണമെന്നില്ല. വേറെ പല രോഗത്തിലും നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അടുത്തുള്ള ഒരു സർജനെയോ ഫിസിഷ്യനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഇനി പ്രാഥമിക പരിശോധനയിൽ ക്യാൻസർ സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഓൺകോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ചികിത്സാരംഗത്തെ ഈ പുരോഗതിയെ നമ്മൾ രോഗിക്ക് ഗുണം കിട്ടത്തക്ക വിധം പ്രയോജനപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.